الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 34-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون. ഖുൽ അങ്ങ് ചോദിക്കുക, അവരോട് ചോദിക്കുക, ഹൽ മിൻ ശുറകാഇക്കും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, മൻ യബ്ദഉൽ ഖൽഖ സൃഷ്ടികർമ്മം ആരംഭിച്ചവർ, സുമ്മ യുഈദുഹു പിന്നെ അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നവർ. ഖുൽ അങ്ങ് തന്നെ പറയണം, അല്ലാഹു യബ്ദഉൽ ഖൽഖ അല്ലാഹു ആണ് സൃഷ്ടി ആരംഭിക്കുന്നത്, സുമ്മ യുഈദുഹു അതിനെ പുനഃസൃഷ്ടിക്കുന്നതും സൃഷ്ടികർമ്മം ആവർത്തിക്കുന്നതും അവൻ തന്നെ എന്ന് അങ്ങ് മറുപടി പറയണം. ഫഅന്ന എന്നിട്ടും എങ്ങനെയാണ് തുഫകൂൻ അവർ കൃത്രിമമായി ഈ വഴിയിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതും എന്നുകൂടെ അർത്ഥം പറയാം. കുൽ കാല എന്നുള്ളതിൻ്റെ കൽപ്പനയാണ്. കുൽ പറയുക, ചോദിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സാന്ദർഭികമായിട്ടുള്ളത് മനസ്സിലാവും. കുൽ അങ്ങ് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. അങ്ങ് ചോദിക്കുക ഈ ബഹുദൈവ വിശ്വാസികളോട്, ഹൽ മിൻ ശുറകാഇക്കും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, ഷരീക്ക് അതിൻ്റെ ബഹുവചനമാണ് ശുറകാ പങ്കാളികൾ. ഹൽ മിൻ ശുറകാഇക്കും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, മൻ യബ്ദഉൽ ഖൽഖ സൃഷ്ടി ആരംഭിക്കുന്നവരായിട്ട് ആരെങ്കിലും, സുമ്മ യുഈദുഹു പിന്നെ അതിനെ ആവർത്തിക്കുന്നവരും അഥവാ പുനഃസൃഷ്ടിക്കുന്നവരും. ഖുൽ അങ്ങ് പറയണം, അവരോട് പറയണം, അല്ലാഹു യബ്ദഉൽ ഖൽഖ അല്ലാഹു ആണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്, സുമ്മ യുഈദുഹു പിന്നെ ആവർത്തിക്കുന്നതും. ഫഅന്നാ തുഫകൂൻ എന്നിട്ട് എങ്ങനെയാണ് പിന്നെ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്. 31-ാമത്തെ സൂക്തത്തിൽ അവരോട് അല്ലാഹു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മറുപടി അതൊക്കെ ചെയ്യുന്നത് അല്ലാഹു ആണ് എന്നാണ്. ആകാശത്തെ പടച്ചതാര്, മഴ പെയ്യിപ്പിക്കുന്നതാര് തുടങ്ങിയ ചോദ്യങ്ങൾ, അന്നം നൽകുന്നതാര്, കേൾവിയും കാഴ്ചയും ആരുടെ അധീനതയിലും ഉടമസ്ഥതയിലുമാണ്, ആരാണ് ജീവിപ്പിക്കുന്നത്, ആരാണ് മരിപ്പിക്കുന്നത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിന് അവർ മറുപടി പറയുന്നില്ല. ഇവിടെ അള്ളന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയാൻ വേണ്ടി പറയാം. കാരണം എന്താ, സൃഷ്ടിക്കുന്നത് അല്ലാഹു, പുനഃസൃഷ്ടിക്കുന്നത് അവിടെ ഒരു സംശയം. അത് ഞങ്ങളെ ദൈവങ്ങളെക്കൊണ്ട് പറ്റൂല. അതും കൂടി അല്ലാഹു ആണ് പറഞ്ഞാൽ പിന്നെ വിചാരണയും പരലോകം ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അത് അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലാണ് അല്ലാഹു തആല ഇതിന് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. കുൽ നബി അങ്ങ് ചോദിക്കണം, ഹൽ മിൻ ശുറകാഇക്കും പറഞ്ഞല്ലോ, ശറക്ക ഷരീക്ക് ആ വാക്ക് നമ്മൾ മനസ്സിലാക്കിച്ച എളുപ്പമുണ്ട്. ഷരീക്ക് പണ്ടൊക്കെ നമ്മൾ മൗലവിമാരൊക്കെ പറയും എൻ്റെ ഞങ്ങൾ ഷരീക്കന്മാരാണ് പറയും, എന്ന് വെച്ചാൽ കൂടെ പഠിച്ചവരാണ്. അന്ന് ഷരീക്കന്മാർ അങ്ങനെയാണ് പറയുക, ഞങ്ങൾ ഷരീക്കന്മാരാണ്. പിന്നെ അഷ്റക്ക പറഞ്ഞാലോ കൂട്ടുകാരനെ ഉണ്ടാക്കി, അതാണ് നമ്മൾ പങ്കാളികളെ ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ അല്ലാഹു തആല ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അഷ്റക്ക അതിൽ നിന്നുണ്ടായ വാക്കാണ് മുശ്രിക്ക്, അതിൻ്റെ കർത്തൃനാമമാണ് മുശ്രിക്ക്. അപ്പം ഷരീക്ക് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ശുറകാ. ഹൽ മിൻ ശുറകാഇക്കും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, അതാരൊക്കെയാണ്? ഇത് പലതരത്തിലാണ്. ചിലത് ജീവനുള്ളതാണ്, ചിലത് ജീവനില്ലാത്തതാണ്, ചിലത് അവർ തന്നെ കൊത്തുപണികൾ നടത്തി ചെയ്തിട്ടുള്ളതാണ്, ചിലത് കൊത്തുപണികളൊന്നും നടത്തിയിട്ടില്ല, ഭംഗിയുള്ളൊരു കല്ല് കിട്ടിയപ്പോൾ അതിനെ ദൈവമാക്കിയതാണ്,
ചിലത് ദേവന്മാരാണ്, മലക്കുകളെയാണ് ഇവർ അധികം ദേവന്മാരെന്ന് പറയുക. ചിലത് ദേവിമാരാണ്, ചിലത് മൃഗങ്ങളാണ്, പാമ്പുകളാണ്, മരമാണ്, സൂര്യനാണ്, ചന്ദ്രനാണ്, കാറ്റാണ്. ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ ദൈവങ്ങളെ പൂജിക്കുന്നവർ, അവയൊക്കെയാണ് അവരുടെ പങ്കാളികൾ എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കപ്പെട്ടത്. ആരെങ്കിലും അതിൽ ജീവനുള്ളവരാണെങ്കിലും അതിശക്തരാണെന്ന് നിങ്ങൾ ധരിക്കുന്നവരാണെങ്കിലും മൻ യബ്ദഉൽ ഖൽഖ, സൃഷ്ടികർമ്മം ആരംഭിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും സൃഷ്ടികർമ്മം, ആരെങ്കിലും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? സുമ്മ യുഈദുഹു, പോരാ, പുനഃസൃഷ്ടിക്കുകയും വേണം. ഇവിടെ പരലോകം സ്ഥാപിക്കുകയാണ്. പരലോകം എന്നൊന്നുണ്ടെന്നും ഈ സൃഷ്ടികൾ പരലോകത്ത് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുമെന്നും അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അത് ആര് ചെയ്യുന്നതാണ്? ഒരു നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അത് അല്ലാഹ് ചെയ്യും. സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടി കർമ്മം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വിചാരണയിൽ ചില പങ്കുമുണ്ടെന്ന് വിശ്വസിക്കാം, അത് സമ്മതിക്കാം. പക്ഷേ അള്ളാഹു പറയുന്നത് പരലോകത്തിലും വിചാരണയിലും ആർക്കും ഒരു പങ്കുമില്ല, അധികാരമോ ആധിപത്യമോ ഇല്ല. ദുനിയാവിൽ ഇല്ലാത്ത അധികാരവും ആധിപത്യവും ഒക്കെ ചമയുന്നവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ അതിന് ഞങ്ങൾ പരമമായ അധികാരികളാണെന്ന് പറയാനുള്ള ഒരവകാശമല്ല. എന്നാലും ഞങ്ങൾ പരമാധികാരികളാണ്, പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ അധികാരസ്ഥരാണെന്നൊക്കെ പറയാം. അതൊക്കെ ഭാഗികമായാണ്. എങ്ങനെ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭൂമി, അള്ളാഹുവിൻ്റെ രാജ്യങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രദേശങ്ങൾ, ഇതിൻ്റെയൊക്കെ പരമാധികാരി എപ്പോഴും അല്ല തന്നെ. അപ്പോൾ അത് അള്ളാഹുവാണ് ഇങ്ങനെയുള്ള സൃഷ്ടികർമ്മം നടത്തിയിട്ടുള്ളത്, പിന്നെ ആവർത്തിക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ ദൈവങ്ങൾ പരലോകത്ത് വെച്ച് ഒന്നുകിൽ നിങ്ങളെ വിചാരണ ചെയ്യണം, അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എങ്കിൽ അവരെ ദൈവങ്ങളാക്കാം. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിചാരണയിൽ ഇവർക്ക് ഇടപെടാൻ പറ്റണം. ഇത് നമ്മളെ സ്വന്തം ആളാണ്, അങ്ങനെ ഉണ്ടല്ലോ. അത് ഇവിടെ നടക്കും, പോലീസ് സ്റ്റേഷനിലൊക്കെ നടക്കും. പരിചയമുള്ള പോലീസുകാരുണ്ടെങ്കിൽ ഇത് നമ്മളെ സ്വന്തം ആളാണ്. അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ലോക്യത്തിലോ പരിചയത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അത് നമ്മളാളാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ട് ശിക്ഷയിൽ നിന്ന് മുക്തി നേടിത്തരാൻ കഴിയുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. അതിന് മറുപടി ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് കുൽ നബി അങ്ങ് പറയുക, അള്ളാഹു ആണ് യബ്ദഉൽ ഖൽഖ, സൃഷ്ടികർമ്മം തുടങ്ങിയത്. സുമ്മ യുഈദുഹു, അത് അവൻ ആവർത്തിക്കുകയും ചെയ്യും. അവൻ സൃഷ്ടികർമ്മം അവനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യത്തെ സൃഷ്ടികർത്താവ് അവനാണ്. അതുകൊണ്ട് അവൻ തന്നെ പുനഃസൃഷ്ടിക്കും. പുനഃസൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെ വിചാരണ ചെയ്യുന്ന ഉത്തരവാദിത്തം, അതിൻ്റെ ബാധ്യത, അതിൻ്റെ അവകാശം, അതിൻ്റെ അധികാരം അതും അല്ലാഹുക്കുള്ളതാണ്. നിങ്ങൾ ഈ പങ്കു ചേർക്കുന്നവർക്കാർക്കും അതിലൊരു പങ്കുമില്ല. അതൊക്കെ നിങ്ങൾ ഇവിടെ ആരോപിച്ചിട്ടുള്ളതാണ്. അല്ലാതെ അവർക്കൊന്നും യഥാർത്ഥത്തിൽ അതിന് അവകാശമോ അധികാരമോ ഇല്ല എന്ന് ബോധ്യപ്പെടുത്താണ്. ശിർക്ക് പറയുന്നൊരു സംഗതിക്ക് നിലനിൽപ്പില്ല എന്നാണ് അവർക്ക്. ഫഅന്നാ തുഫക്കുൻ, ഇതൊക്കെയാണ് വസ്ത. ഇഫ്ക് എന്നുള്ളതിനുണ്ടായതാണ് തുഫക്കു, വർത്തമാനകാല ബഹുവചന കർമ്മണി പ്രയോഗം. വർത്തമാനകാല ബഹുവചന കർമ്മണി പ്രയോഗം. ഇഫ്ക്, അഫിക്ക എന്നൊക്കെ പ്രയോഗങ്ങൾ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അൽ മുത്തഫിക്ക, അല്ലേ, കീഴ്മേൽ മറിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ. അത് എങ്ങനെയാണ് ഈ സത്യം പിന്നെ കീഴ്മേൽ മറിക്കപ്പെടുന്നത് എന്നാണ്. അതാണ് ഫഅന്നാ തുസ്റഫൂൻ. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇതിനപ്പുറം ഇതിനെ നിഷേധിക്കുവാനോ ഇതിനപ്പുറം ഒരു മറുവാദം ഉന്നയിക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ലെന്നിരിക്കെ സത്യത്തെ ഇങ്ങനെ കുത്തി നിർത്തുന്നത്, ഇങ്ങനെ കീഴ്മേൽ മറിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് തുഫക്കൂൻ, കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ കൃത്രിമത്തിലൂടെ നിങ്ങൾ കീഴ്മേൽ മറിക്കപ്പെടുന്നത്? നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ധാരണയും ഈ സത്യധാരയിൽ നിന്ന്, സത്യപാന്താവിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശിർക്കിലേക്ക് പോകുന്നത് എങ്ങനെ? നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇതിലെങ്ങനെ ആവർത്തിച്ച അർത്ഥം പറഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം ഇത് ഓതിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുൽ നബി അങ്ങ് ചോദിക്കണം, ഹൽ മിൻ ശുറക്കായിക്കും, നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൃഷ്ടികർമ്മം ആരംഭിക്കുകയും വീണ്ടും അതിനാവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും. കുൽ നബി അങ്ങ് പറയണം, അല്ലാഹു യബ്ദഉൽ ഖൽഖ, അള്ളാഹുവാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്.
സുമ്മ പിന്നെ യുഈദുഹു അത് ആവർത്തിക്കുന്നതും അതിനെ മടക്കി ചെയ്യുന്നതുമാണ്. സാധാരണ മടങ്ങി എന്നാണല്ലോ, അതാണ് ആവർത്തിക്കുന്നതും എന്ന് പറയുന്നത്. ഫഅന്നാതു ഉഫക്കൂൻ, എന്നിട്ട് നിങ്ങൾ സത്യവഴിയിൽ നിന്ന് ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതെങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ശരിയായ വിശ്വാസത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുട്ടികളുടെയൊക്കെ ഇന്നത്തെ ഒരവസ്ഥ നമുക്കറിയാമല്ലോ. ഒരു ആൺപെൺ സൗഹൃദത്തിന് യാതൊരു ലിമിറ്റുമില്ലാത്ത, യാതൊരു നിയന്ത്രണവുമില്ലാത്ത കാര്യമാണ് മതനിരാസം എന്ന് പറയുന്നത്, മത ആരാധനകൾ എന്ന് പറയുന്നത്. അതൊക്കെ ഒരു പഴഞ്ചൻ സമ്പ്രദായമാണ്, പുത്തൻ തലമുറയ്ക്ക് യോജിച്ചതല്ല. വേഷങ്ങളിലും ആരാധനകളിലും ഒക്കെ മറ്റുള്ളവരെ അനുകരിക്കുവാനുള്ളൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുട്ടികൾക്കും നേർബുദ്ധിയും സന്മാർഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.